ഇതാ പറഞ്ഞത്. ഇപ്പൊ എല്ലാ നിലപാട് ഈ രാഷ്ട്രീയത്തിലെ നിലപാട് വരിക നിങ്ങൾ കേട്ടില്ലേ? നിലപാടുണ്ട് ചോദിച്ചു നോക്കുമ്പോ എല്ലാവർക്കും തിരിഞ്ഞിരിക്കണം വരെ തരികടേ. അപ്പൊ ചാനലേരി എന്നിട്ട് ചോദിച്ചു എന്താ നിലപാട്? ഞങ്ങളെ നിലപാട് ഞങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആർക്കാ വോട്ട് ചെയ്ത്? പരസ്യമായി ഞങ്ങൾ പ്രസ്താവനയും നടത്തിയിട്ടില്ല. അപ്പൊ എന്നാലും ആർക്കാ വോട്ട് ചെയ്ത്? അത് നമ്മൾ 4-ാം തീയതിക്ക് ശേഷം പറയും. ഉളുപ്പുണ്ടായ കൈമാരങ്ങൾക്ക് റിസൾട്ട് വന്നതിന് ശേഷം പറയുന്നു എന്താ? ജയിച്ച പാർട്ടി സിന്ദാബാ. ഇതാ വരെ പരിപാടി. ആരാ? നമ്മളെ മറ്റാള് കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസ് മീറ്റിൽ പറയാ ഞാൻ 19-ാം തീയതി അമേരിക്കയിലേക്ക് പോകണം. എന്നാ കൂട്ടത്തിൽ ഇതും പറയാ 4-ാം തീയതിക്ക് ശേഷം പറയും. അപ്പൊ മറ്റാള് ബിസിനസ് മാൻ മൂപ്പരും പറയാം. ഇതെല്ലാരും കൂടി ഇത്തിഫാക്കായിട്ട് തീരുമാനം. ആര് ചോദിച്ചാലും ഇങ്ങനെ മറുപടി അറിഞ്ഞാൽ മതിയിട്ടോന്ന്. ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്ക് മുഴുവനും നിങ്ങളെ ഈ തരികട തിരിയും ചെയ്തിരിക്കണേ ഇരട്ടത്താപ്പ്. അപ്പൊ ആകെ പേടിയിൽ അതെന്താ സംഭവിക്കുകയെന്ന് ഒക്കെ കാത്തിരുന്ന് കാണാൻ നമുക്ക്. ഒക്കെ കാത്തിരുന്ന് കാണാൻ നിങ്ങൾ ബേജാറാകണ്ടിക്ക്. എന്തെന്നാ അതിന്റെ കഥകൾ ആലോചിച്ച് നോക്കിയ ശുദ്ധ അസംബന്ധം, ഇരട്ടത്താപ്പ്. അതല്ലേ മറ്റാള് പറഞ്ഞ എല്ലാത്തക്കും അമ്മായി ആകരുതേ. നിങ്ങൾ അങ്ങനെ ആകല്ലെന്ന്. ആണാണെങ്കിൽ ആണ് എന്ന് പറയാ, പെണ്ണാണെങ്കിൽ പെണ്ണ് എന്ന് പറയാ. ആണും പെണ്ണും അല്ലാത്ത നപുംസകതയും സ്വീകരിക്കല്ലേ മുസ്ലിം ജമാഅത്തുകാരെ, കാന്തപുരം സമസ്തക്കാരെ. നിങ്ങൾക്ക് എന്താ നിങ്ങളെ കഥ? 4-ാം തീയതിക്ക് ശേഷം പറയാം. റിസൾട്ട് വന്നതിന് ശേഷം കഴിഞ്ഞപ്പോ നിങ്ങൾ പറയണല്ലോ ഞാൻ ജയിച്ച പാർട്ടിക്കൊപ്പം ചേരുക. നിങ്ങളെ സമൂഹം ശരിക്കും വിലയിരുത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ ശരിക്കും വിലയിരുത്തിയിട്ടുണ്ട്.